സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച 3 ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. ഷബീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന് തത്സമയ മോർണിംഗ് ഷോയിൽ വരുന്നു. ഗുഡ് മോർണിംഗ് ഷബീദ് റാവുത്തർ. എന്തൊക്കെയാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ, വിവരങ്ങൾ, മുൻകരുതലുകൾ എന്തൊക്കെയാണ് വേണ്ടത്? പറയൂ. വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് സംസ്ഥാനത്ത് കുറച്ചെങ്കിലും ആശ്വാസകരമായി മഴ എത്തിയത്. അതുവരെ കടുത്ത ചൂടിലും വേനലിലുമായിരുന്നു സംസ്ഥാനം. ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. നാളെ മുതൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നും പ്രവചനമുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച 3 ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ആശ്വാസകരമായി അതിശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം അറിയിക്കുന്നു. തെക്കൻ തമിഴ്നാട് തീരത്തിനും കോമറിൻ മേഖലയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിന് മുകളിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതാണ് മഴ കനക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തെക്കൻ തീരങ്ങളിൽ മത്സ്യബന്ധനം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധ പുലർത്തണം. അതല്ലെങ്കിൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത അക്കാര്യത്തിൽ പാലിക്കണമെന്നും അധികാരികൾ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നും ഇതിനോടകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരദേശ മേഖലയിലടക്കം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുമുണ്ട്. താങ്ക് യു ഷബീദ് റാവുത്തർ.